വന്ന് തിരിയണം. ഇന്ന് അടിച്ചോ, വേട്ട തിരിഞ്ഞോളൂ. സച്ചി പിടിക്കാം. അങ്ങനെ ഇതാ പന്നിയും എറിഞ്ഞെടുത്തോട്ട് വരില്ലേ? അതിനുമ്പ് അടിക്കുമെന്ന് വിചാരിച്ചു. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടേ. മുപ്പത്തിരണ്ട് ഇന്ന് 30 പേരെ. കവാത്തിന് എന്താ കുറഞ്ഞു പോയോ? ഈ കായെടുപ്പിന് ഷിനിയാണോ സുജ? എത്ര പേരുണ്ട്? 33 പേര്. ഇന്നലെ എന്നാ അതെ കായക്കകത്ത് മുഴുവൻ അഴുകിലും വെച്ചൊക്കെ വന്നാൽ ആകെ പ്രശ്നമാവും കേട്ടോ. കാറ്റാടിക്കാട്ടിലല്ലേ മരുന്നടി. എന്നാ ശരി, എന്നാ ഇറങ്ങിക്കോ. വേന്നാട്ടെ കേട്ടോ. എല്ലാരും നീക്കോ. ചെല്ലിയല്ലേ എല്ലാരും ചെല്ല്. പ്രതീക്ഷ എന്താ അവിടുത്തെ ഇതുവരെ തീരാത്തത്? പ്രതീക്ഷ അങ്ങനെ കൂലി കുറവൊന്നും തരുന്നില്ലല്ലോ. അതിന് എനിക്ക് മാത്രമേ ഇത്ര പ്രത്യേകത. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ കൊടുക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പം 4 ഗംഗാളിമാർ വേറെ ഉണ്ട്, ഞാൻ മാത്രമല്ലല്ലോ. അപ്പം പണി തീരണം കൃത്യമായിട്ട് അവിടെ. പണി ഇപ്പം നമ്മൾ കുറച്ച് ബഹളം വെച്ചുകൊണ്ടൊന്നും പണിക്കാർ അങ്ങനെ പണിയത്തില്ല. അവർക്കൊക്കെ അതിൻ്റെ ആ രീതിയിൽ അവരോട് സ്നേഹമായിട്ട് നിന്നാൽ ഇന്നത്തെ കാലത്ത് പണിക്കാർ പണിയുള്ളൂ. നീ യൂണിയൻകാരനാന്നുള്ള അതിൻ്റെയാണോ? യൂണിയൻ്റെ ബലമാണോ? ഞാൻ ഈ യൂണിയൻകാരനെ എനിക്കും അറിയാം അങ്ങനെ കളിക്കാനാണ്. ഞാൻ ഈ ലയത്തിൽ കിടന്ന് താമസിച്ച് പണിയെടുത്തിട്ടുള്ള ആളല്ലേ. എന്തോ എല്ലാവരും കുറച്ച് ദിവസമായിട്ട് തന്നെ ഏലത്തിൻ്റെ പണി പഠിപ്പിക്കുക. ഞാനൊന്ന് മനസ്സിലാക്കിയാന്ന് വെച്ചു. വിശേഷം പോ. പോട്ടെ വീട് ബേബി. ഇതെന്നെ ഇങ്ങനെ നടക്കുന്നേ? വേഗം നാട്ടുന്നേ, ചെല്ല്. എടുക്കാനുള്ളതൊക്കെ വേഗം എടുത്തിട്ട് ചെല്ല്. ഞാനൊന്ന് വീട്ടിൽ ചെന്നിട്ട് തോട്ടം വരെ പോയിട്ട് വരാം. ഞാൻ നാടിയല്ലേ? ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി. രാവിലെ എന്നാ ഒരു സീനായിരുന്നു. ജാർഖണ്ഡിയും ആസാമിയും തമിഴനും എല്ലാം കൂടി ഒരു 10-100 പേര് കാണും അല്ലേ? ഇതൊക്കെ എപ്പോഴാണോ കാണുന്നത്? മുമ്പ് കണ്ടിട്ടില്ലേ? വേറെ മൂടല്ലേ. വെടിവെച്ച പുറത്തേക്കാത്ത കാടും തോട്ടവും. 200 ഏക്കറിനേ ഉള്ളൂ കേട്ടോ കോട്ടയം. പിന്നെ ഇങ്ങനത്തെ മൂപ്പിലാന്മാരെ ബില്ലെഴുതി വെക്കാതെ പോവുകയല്ല. വല്യപ്പച്ചൻ പപ്പയുടെ പേരിലേക്കെല്ലാം എഴുതി വെക്കാൻ ചാൻസ് ഉണ്ടെന്നാ മമ്മി പറയണേ. എന്തായാലും കൊറോണ വന്ന് നന്നായി, ഇല്ലെങ്കിൽ ഇരിപ്പന്നൊരു ചളിപ്പായനെ. എങ്ങോട്ടാ? തോട്ടത്തിലേക്കാ. വരുന്നോ? ഇല്ല, വന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വിരുന്നുകാരൊക്കെ പോയോ മോളെ? ആ, റിമാൻഡി അങ്കിളും കുറച്ച് ദിവസം കൂടി കാണുമായിരിക്കും. അവർക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലേ? റിമാൻഡിക്ക് പിള്ളേരെ നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്, അതുകൊണ്ട് വേണ്ടാന്ന്. ഐ ടി പാർക്കിലേക്കാണോ? ഞാനുണ്ട് അച്ഛമ്മ, ഞാനും പോവാ. ഐ ടി പാർക്ക് നോക്കിയോ പേര്? ആ, അത് തന്നെ ബേസിലും. ഇത്തിരി ഓട്ടാൻ പറ. ഇംഗ്ലീഷ് ഓട്ടിനോട് ഒരു ചെടിപ്പ് ഇട്ടേക്കാം. ഏലം കൊടുക്കാതെ വെച്ചാ എല്ലാം കൂടുമോ? ഇന്നിപ്പോൾ 1150 ഉണ്ട്. 8+ന് 1600 ഉണ്ട്.
ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇന്നത്തെ വില മേലെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടണോട്ടൊന്നും കാണുന്നില്ല, കുറയാനാ സാധ്യത. ആന്ധ്രയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഗോട്ടിമലയിൽ നിൽത്തണ നല്ല ഇറക്കമുണ്ട്. അവിടെ നല്ല വിളവാണേ. അതുകൊണ്ട് അവിടുത്തെ വിലയ്ക്ക് നമ്മളിവിടെ കൊടുത്ത ഇവിടുത്തെ പണിക്കൂലി വെച്ചിട്ട് എങ്ങനെ മുതലാകാനാ? അപ്പം കണക്ക് വരുന്ന 2 മാസം നമ്മുടെ വിളവൊക്കെ എങ്ങനെ ഉണ്ടാവും ബേബി? അല്ല, നമുക്ക് ഇത്തവണ നല്ല വിളവാണ്. പക്ഷേ എല്ലായിടത്തും ഉണ്ട് വിളവ്. ഈ പറഞ്ഞാൽ ഞാൻ ആ മറിയ എസ്റ്റേറ്റിലൊക്കെ പോയി നോക്കിയായിരുന്നു. അവിടെയൊക്കെ ശരത്തിനൊക്കെ നല്ല ഉഗ്ര ശരമാണ്. അതുകൊണ്ട് ഹായ്. 2 പള്ളവും കൊപ്പടിച്ച് കഴിഞ്ഞോ? ആ, രണ്ടും കഴിഞ്ഞ്. ഞാനൊരു പാട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കിയേ. നിന്റെ മറ്റേ റഷ്യൻ ബാൻഡാണോ? ഇത് റഷ്യൻ അല്ല, ജമൈക്ക. സച്ചി, ഇതിന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞോ? അതൊക്കെ എപ്പോഴേ തീർന്ന്. നമുക്കേ ചെകുത്താമല പോകുന്നത് ആടി 18 രാവിലെ വിട്ടാലാ? ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് പോയിട്ടുണ്ട്. നീ അപ്പയോട് പോയി പറഞ്ഞു, ഞാൻ അൺഫ്രണ്ട് ചെയ്യും. എനിക്കൊന്നും വരാൻ പറ്റത്തില്ല, അത് കരിങ്കാടാ. എനിക്കും അത്ര കരിങ്കാടുള്ളോ? ഞാനും വരും, വരും. എന്നാ ഞങ്ങളെ പോകുന്നില്ലെങ്കിലോ? ആ കൊള്ളാം, ഞാനില്ലാണ്ട് ഇവിടെ ആരും ഒരു പ്ലാനും നടത്തുന്നില്ല. നിങ്ങൾ ഒരു ഡേ ഫുള്ള് മാറിയിരിക്കണം. നിങ്ങൾ 2 പേരും മാറി വീട്ടിൽ പിടിക്കത്തില്ലേ? ഞാൻ ഒറ്റയ്ക്ക് വരാം. ഓക്കെ, സെറ്റാക്കാം. നീ പോടാ കടന്നു, എന്റെ ഫീസിലുള്ളൂ എനിക്ക്. ഓൺലൈൻ ക്ലാസ്സാ കഴിഞ്ഞു. അപ്പൊ ടൗണിലേക്കാണോ? അന്ന് എനിക്കൊരു സാധനം വാങ്ങാനുണ്ട്, വാട്സാപ്പ് ചെയ്യാം. ഓ ശരി. നിനക്ക് വല്ല മീനും കിട്ടിയോ? അതാ ഇതിലോട്ട് നോക്ക്. ഇതിനെ നോക്കണേ, ചുരുക്കൊക്കെ ഉണ്ടല്ലോ. എടാ, കോട്ട മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇല്ല വേട്ടാണ്. ബേബി ഞാൻ കാശിൻ്റെ പ്രശ്നമാണ്. അതിച്ചിരി കായ അങ്ങ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ വലിയപ്പച്ചനറിയ പ്രശ്നമൊന്നും സോൾവ് ആയില്ലേ. എന്താ ജോമൻ ഇത്? ജോമൻ ഇങ്ങനെ ബേബിയുടെ മുമ്പിൽ കൊച്ചാറല്ലേ? വർക്കിയുടെ കേസാണോ? ഇപ്പം ക്ലബിലും കയറാൻ മേല. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും വലിയപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയപ്പച്ചനത് സോൾവ് ചെയ്ത് വരികയല്ലേ? സോൾവ് ചെയ്യും. വലിയപ്പച്ചനോട് പറയാനുള്ള പിന്നെ നിന്നോട് പറയണമായിരുന്നു. ഇതെന്താ സംഭവം? എവിടെ നിന്ന് ഒപ്പിച്ചളിയാ? മൂന്നാറിന് നാളെയാ. പിക്കപ്പിൽ ഇപ്പൊ കൊണ്ട് ഇറങ്ങിയുള്ളൂ. എന്നെ റോഡിൽ ഇറക്കാൻ പറ്റിയല്ലോ. 2 മാസത്തേക്ക് അങ്ങ് എടുത്ത്. 2 മാസത്തെ കാര്യം ഞാൻ തീരുമാനമാക്കി. കോവിഡായിട്ട് വേറെ എന്നാ ചെയ്യുന്നേ? കാടൊക്കെ ഒന്ന് കയറി കാണാൻ ദേവി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെന്നാ, ഒരു ദിവസം വിളിച്ചേക്കാം. വൈകിട്ട് കാണാം. $940 പോയ കായ ഒരു കാര്യമില്ലല്ലേ? എന്താ ചോമനെ? നമ്മുടെ പാപ്പി മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഇപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. സംസാരമൊക്കെ നന്നായി. പാപ്പി മുതലാളിക്ക് 5-6 മക്കളുണ്ടല്ലോ. പുള്ളിയുടെ കാലം കഴിയുമ്പോഴത്തേന് തോട്ടം പറ്റി നോക്കി നടത്തുമോ അതോ വിൽക്കുമോ? വിൽക്കുവാണെങ്കിൽ എന്നോട് പറയണം, അത് ബേബിക്കൊരു ഗുണം ചെയ്യും. പാപ്പി മുതലാളിയുടെ കാലം കഴിയുമ്പോൾ കാര്യമല്ലേ?
നമുക്ക് അപ്പം നോക്കാം കേട്ടോ. ആയിക്കോട്ടെ. ആ ചെല്ലേ. 60 ടൺ 7,20,00,000. ഇതാ വിളി. ഇതെന്തിനാ എൻ്റെ തരുന്നത്? ഷോ എന്ത് കഷ്ടമാണെന്ന് നോക്കണേ ജോമോനെ. സെറ്റ്. ഇനി എന്താ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങണം. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷനൊക്കെ കിട്ടുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്റ്റാൻലി എന്തിനാ ബൈക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുന്നത്? അത് നമ്മുടെ തോട്ടവും കാടും ഒക്കെ ചുറ്റിക്കറങ്ങി കാണാനാന്നാ പറഞ്ഞത്. ആ ചെറുക്കനകത്തന്നെ പണി. അത് അവരുടെ ഒരു ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ബിസിനസ്സാണ്, ഗ്രീൻ എർത്ത്. ഞാൻ പറഞ്ഞായിരുന്നു അതിപ്പോൾ ലാഭത്തിലാണ്. ജോമോനിവിടെ നിന്നോട്ടെ, നീ പോയാൽ മതി. മതിയോ? മതി. എന്തായിരുന്നു അവൻ്റെ പേര്? വർക്കി. എന്നാ അപ്പം ഞാനൊന്ന് മാറിയച്ച വരാം. വാറ്റിയതായിരുന്നു. ചീട്ട് കളിച്ച് കടവല്ലേ വർക്കിച്ചാ, അതിന് പലിശയൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിപ്പോൾ മുതലാളി നല്ലൊരു കോംപ്രമൈസ് അല്ലേ പറയുന്നത്? മുതലിന് ന്യായമായ ഒരു പലിശ ഇതെന്താ തന്നിട്ട് മിണ്ടാതെ പോവല്ലേ? അപ്പോൾ ആ പ്രതിപക്ഷ ബഹുമാനം വർക്കിച്ചാൻ കാണിക്കണ്ടേ? തിരുവാച്ചോലക്കാർക്ക് മാടിമ്പത്തരം ഉണ്ടെന്നറിയാം. ആ കാലമൊക്കെ പോയില്ലേ? ഓ ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. നീയും തിരുവാച്ചോല പാപ്പിയും മാത്രമേ ഇത് അറിയാത്തതുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തോ തിരുവാച്ചോലയിൽ പാപ്പി യോഹന്നാൻ അല്ലെങ്കിൽ പാപ്പി മാപ്പിള, അല്ലാണ്ട് പാപ്പി എന്ന് വിളിക്കാൻ നീ മടിയിലിരുത്തിയിട്ട പേരൊന്നുമല്ലോ. മുതലാളിക്ക് 59 വയസ്സായി, എന്നാലും ഒന്ന് തുപ്പിയാൽ നീ തെറിക്കും. തെറിക്കും, ഉപ്പല് തെറിക്കും, ചിലപ്പോൾ പല്ലും തെറിക്കും മുതലാളിയുടെ. അപ്പൊ പിന്നെ ഇവർക്ക് പലിശയും ചേർത്തങ്ങ് കൊടു ബേബിയെ. കുടച്ച സാറേ എങ്ങോട്ടാ? ചക്കച്ചോളയല്ല, കാശിന്റെ കാര്യമാ. ചാക്കോ എവിടെ എത്തി? ആഹാ എത്തറായി അല്ലേ? എന്ത് പറ്റി കൂട്ടി സാറേ? അതൊന്നുമില്ല, മൈക്കിള് അകത്തുള്ള വാചകം ചാരി. ശരി സാർ, ഞാൻ പോലീസോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. മൊത്തം 530. 530. ഇപ്പോൾ 223, 938. ഈ പ്രാവശ്യം ഇച്ചിരി പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരാറ്. അപ്പോൾ ആ വണ്ടിയുടെ പൈസ ഒന്നും എനിക്ക് തന്നിട്ടില്ല. അല്ലല്ല, അതൊക്കെ കങ്ങാണി കാശിൽ നിന്ന് നീ കൂട്ടിക്കോണം. അതൊക്കെ വേറെ ആണെങ്കിൽ ഞാൻ വെല്ലുമലയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാ. അത് നീ വലിയ മുതലാളിയോട് തന്നെ ചോദിച്ചാൽ മതി, എനിക്കത് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ആ ഇത് കൊടുത്തു. സാറേ തിങ്കളാഴ്ച 25, 25, ചൊവ്വാഴ്ച 30. റാണിയമ്മ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. 800 രൂപ. 800 രൂപ. റാണിയമ്മയ്ക്ക് 6 ദിവസം വന്നു, ഒരു 1200 രൂപ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ അല്ലായിരുന്നു. ഞാൻ ചെയ്തു അല്ല മൊത്തം ചിലയായി. ഗേറ്റ്സ് പറഞ്ഞേക്കുന്ന വെച്ച് എഡ്യൂക്കേഷനും ഡിജിറ്റലൈസ് ആവുക. അത് മറ്റേ മേളത്തിലേത്തിലുള്ള ഏറ്റവും നല്ലത് അല്ല കേറുമ്പോൾ ആദ്യത്തെ